സമൂഹ വിവാഹ തട്ടിപ്പിനെ കുറിച്ചാണ്. അതായത് ഇതിൻ്റെ പേരിൽ 15 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 2 സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഉത്തർപ്രദേശിലാണ് ഈ സംഭവം. ഈ വധൂവരന്മാരൊക്കെ ആയിട്ട് വേഷമിടാൻ പണം വാഗ്ദാനം ചെയ്ത് 500 രൂപ മുതൽ 2000 രൂപ വരെയൊക്കെ വാഗ്ദാനം ചെയ്താണ് ഇത് നടന്നിരിക്കുന്നതാണ്. ആ ദൃശ്യങ്ങളൊന്ന് കാണുക. और पैसा हमको उसमें डाल दे, दूरवा डाल दे, क्रांति बंधन कराए। अब जो डालने हैं वो बैठ जाए। जिन्होंने बाहर करने के लिए और माल डाल दिया बैठ जाए, बैठ जाए। ശരി, അനഘ പ്രകാശ് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കും. അനഘ, ഇത്രയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ സജീവമായ കാലത്താണ് ഇതുപോലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, സ്ത്രീകൾ തന്നെ മാലയിടുന്നു. പല സ്ത്രീകളുടെ മുമ്പിൽ ഈ കല്യാണം കഴിക്കേണ്ട പുരുഷന്മാരില്ല. അപ്പം ഇങ്ങനെയൊക്കെ തട്ടിപ്പ് സർക്കാരിൻ്റെ എന്തോ ഫണ്ടടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് ഈ സംഘാടകർക്ക് ഇങ്ങനത്തെ ഒരു പൊട്ടബുദ്ധി ഉദിച്ചത്? ഇതെങ്ങനെ പിന്നീട് കാര്യങ്ങൾ ഡീൽ ചെയ്യപ്പെട്ടു? ദിവിഷ്, എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് മലയാളത്തിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ്. കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും ബിജു മേനോനും ഒക്കെ അഭിനയിച്ച ഒരു സിനിമ 101 വെഡിങ്സ് എന്നാണ് സിനിമയുടെ പേര്. അതിന്റെ പ്രമേയം തന്നെ ഒരു 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 ചാരിറ്റബിൾ സൊസൈറ്റി ഒരു സമൂഹ വിവാഹം നടത്തുന്നു. 101 വിവാഹങ്ങളാണ് നടത്തുന്നത്. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ വിവാഹം ചെയ്യുന്ന വധൂവരന്മാർക്ക് 25,000 രൂപയും 5 പവൻ സ്വർണവും സമ്മാനമായി നൽകും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് കുറേ പേർ ഈ പൈസയ്ക്കും സ്വർണത്തിനും വേണ്ടി മാത്രം വ്യാജ വധൂവരന്മാരായി അവിടെ എത്തി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു. അതിനെ തുടർന്നുള്ള രസകരമായ സംഭവങ്ങളൊക്കെയാണ് ആ സിനിമയിലെ പ്രമേയം. ഇവിടെയും ഇതിന് സമാനമായ ഒരു സംഭവമാണ് ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നത്. പക്ഷേ തട്ടിപ്പിന് മുൻകൈ എടുത്തത് ഇതിൻ്റെ നടത്തിപ്പുകാർ തന്നെയാണെന്നുള്ളതാണ്. വിഷയത്തിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരടക്കം 15 പേർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതായത് ഉത്തർപ്രദേശ് സർക്കാരിന് തന്നെ ഒരു പദ്ധതിയാണ്. അതായത് സമൂഹ വിവാഹം ചെയ്യുന്ന ഇത്തരത്തിൽ വിവാഹം ചെയ്യപ്പെട്ടു കൊടുക്കുന്ന വധൂവരന്മാർക്ക് 50,001 രൂപയാണ് ഇവർ സമ്മാനമായി നൽകുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 568 പേരാണ് ഇതിൽ പങ്കാളികളായത്. ഇതിലൊരു പുറത്തു വരുന്ന വീഡിയോ നോക്കുമ്പോൾ കുറേ സ്ത്രീകൾ തിരഞ്ഞു നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും വരന്മാരില്ല. അവരവസാനം സ്വയം തന്നെ മാലയിടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇതാണ് ഇതിൻ്റെ കള്ളി വെളിച്ചത്താകാൻ സഹായിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് പലർക്കും പങ്കാളികളില്ല, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടുള്ള അവർക്ക് പലർക്കും പങ്കാളികളില്ല. ഇതിലെ ജീവനക്കാർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ തന്നെ പലർക്കും വളരെ തുച്ഛമായ പൈസ കൊടുത്ത് വ്യാജ വധുവരന്മാരെ കൊണ്ട് എത്തിച്ചേർന്നു ഈ പരിപാടി നടത്തിയത്. പക്ഷേ പലർക്കും വരന്മാരെ പോലും ലഭിച്ചില്ല. അവർ സ്വയം മാലയിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു സമീപവാസിയ ഒരു 19കാരൻ തന്നെ പറയുന്നുണ്ട്, ഈ 19കാരൻ അവിടെ ചെന്നപ്പോൾ ഈ കുട്ടിക്കും പൈസ കൊടുക്കാം, നിങ്ങൾ തൽക്കാലം വരനായി നിൽക്കാമോ എന്ന് വരെ ചോദിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. ശരിക്കും വലിയൊരു ഈ തട്ടിപ്പ് പുറത്തു വന്നല്ലോ. ഇനി ഇത്തരം തട്ടിപ്പിനെ കുറിച്ച് നടത്തുന്നവർ വേറെ വഴികളായിരിക്കും ആലോചിക്കുക. എന്തായാലും സർക്കാർ ഫണ്ട് അടിച്ചു മാറ്റുക, 569 കല്യാണത്തിനപ്പോൾ 50,000 രൂപ വെച്ച് എത്ര ഫണ്ട് വഴിമാറുമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും കള്ളി കൈയോടെ പിടിക്കപ്പെട്ടു എന്നതാണ് ദൃശ്യങ്ങളുടെ സഹിതം. ശരിയാണ്.